IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ സുഹൃത്ത് സുഗാന്ത് ഒളിവിൽ. സുഗാന്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് പേട്ട പോലീസ്. മരണത്തിന് തൊട്ടു മുൻപ് 8 സെക്കൻഡ് സുഗാന്ത് മേഘയുമായി സംസാരിച്ചെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിവരങ്ങളുമായി മാനസ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മാനസ, ഇപ്പോൾ ഈ IB ഉദ്യോഗസ്ഥയായിരുന്ന മേഘയുടെ മരണത്തിൽ ഇപ്പോൾ സുഹൃത്തായ സുഗാന്തിനെ സംശയിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഈ മരണ ദിവസം സുഗാന്തുമായി നിരവധി തവണ മേഘ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്നാണോ ഇപ്പോൾ പോലീസിന്റെ ഒരു കണ്ടെത്തൽ? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മേഘയും അതോടൊപ്പം തന്നെ സുഹൃത്ത് സുഗാന്തും തമ്മിൽ ഫോണിൽ സംസാരിച്ചതിൻ്റെ തെളിവുകളാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 24-ാം തീയതിയാണ് മേഘ ഇത്തരത്തിൽ മരിക്കുന്നത്. ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കുകയായിരുന്നു. പക്ഷേ മരണത്തിന് തൊട്ട് മുൻപ് തന്നെ മേഘ ഫോണിൽ സംസാരിക്കുന്നതായും 8 സെക്കൻഡ് നീളമുള്ള കോളായിരുന്നു അത് എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പേട്ട പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് സുഹൃത്തിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇയാൾ ഒളിവിലാണ് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മാത്രമല്ല, മലപ്പുറം സ്വദേശിയാണ്. മലപ്പുറത്ത് ഇയാളുടെ വീട്ടിലെത്തി പരിശോധന ഉൾപ്പെടെ നടത്തിയിരുന്നു. പക്ഷേ വീട്ടിലൊന്നും തന്നെ ഇയാളെ കണ്ടെത്താനായില്ല. ഒപ്പം തന്നെയാണ് ഇയാളുടെ മാതാപിതാക്കളെ ബന്ധപ്പെടാൻ പോലീസ് ശ്രമിച്ചു. മാതാപിതാക്കളെയും ലഭ്യമായില്ല എന്ന വിവരമാണ് പോലീസ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ സുഹൃത്തിനെ കണ്ടെത്തി ചോദ്യം ചെയ്യുക എന്നതാണ് പോലീസിന്റെ അടുത്ത നീക്കം എന്നുള്ളതാണ് പ്രധാനമായും അറിയാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെയാണ് സുഹൃത്തുമായുള്ള ബന്ധത്തിൽ ഈ മേഘയുടെ കുടുംബം തന്നെ നേരത്തെ ദുരൂഹത ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് മേഘയുടെ പിതാവ് ഈ സുഹൃത്ത് സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അവസാന മാസത്തെ സാലറി അടക്കം അയാളുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ബാങ്ക് അക്കൗണ്ടുകളടക്കം ബാങ്ക് ട്രാൻസാക്ഷൻസ് അടക്കം പരിശോധിക്കാനുള്ള സാധ്യതയാണോ ഇപ്പോൾ കാണുന്നത്? തീർച്ചയായും മനു, ആ ഒരു ഘട്ടത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. ഇത്തരത്തിൽ കുടുംബം ആരോപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ദുരൂഹ സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. അതിന് ആദ്യം സുഗാന്തിനെ കണ്ടെത്തുക എന്നുള്ളതാണ്, തുടർന്ന് വിശദമായി ചോദ്യം ചെയ്യുക. ഒപ്പം തന്നെ ഇത്തരത്തിൽ മേഘയുടെ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകാനായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് നീങ്ങിയത്. പക്ഷേ ഫോൺ പൂർണ്ണമായും നശിച്ച ഒരു സാഹചര്യത്തിലായിരുന്നു. അതുകൊണ്ട് സൈബർ ടീമിന് ഈ ഫോണിലെ രേഖകൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിലവിൽ ഫോറൻസിക് സംഘത്തിന്റെ കയ്യിലാണ് ഫോണ് ഉള്ളത്. ഫോറൻസിക് സംഘത്തിന്റെ വിദഗ്ധ പരിശോധനയിൽ ഫോൺ രേഖകൾ തിരിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. ഒപ്പം തന്നെ മേഘയുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസിന് ഇനി കണ്ടെത്തേണ്ടതുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കളുടെ വിശദമായ മൊഴിയും രേഖപ്പെടുത്തേണ്ടതുണ്ട്. നിലവിൽ ആദ്യഘട്ടത്തിൽ പിതാവിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ വിശദമായ മൊഴി രേഖപ്പെടുത്തണം എന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരി, IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ സുഹൃത്തിനെ തേടുകയാണ് ഇപ്പോൾ പോലീസ്. മരണ ദിവസം ഇയാളുമായി പെൺകുട്ടി 4-8 തവണ ഫോണിൽ സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പെൺകുട്ടിയുടെ കുടുംബം ഈ സുഹൃത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. പോലീസ് വിശദമായ പരിശോധനയാണ് ആ വിഷയത്തിൽ നടത്തുന്നത്. വിവരങ്ങളാണ് മാനസ നൽകിയത്.